ഡോക്ടറെ, IBS ഒരു അപകടകാരിയായ രോഗമാണ്. പലപ്പോഴും രോഗികൾ ഇങ്ങനെ ചോദിക്കാനുള്ള കാര്യം ക്യാൻസർ പോലുള്ള നമ്മുടെ ജീവനെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗമാണോ എന്നറിയാനാണ് പലപ്പോഴും ആൾക്കാർ ഇത് ചോദിക്കുന്നത്. IBS വന്നിട്ട് ഇതുവരെ ആരും മരിച്ചു പോയിട്ടില്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ കൊല്ലുന്ന അല്ലെങ്കിൽ അവനെ മരിപ്പിക്കുന്ന ഒരു അസുഖമാണ് IBS എന്ന് പറയുന്നത്. അതെന്താ ഡോക്ടറെ അങ്ങനെ പറയാൻ കാരണം? അത് മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മുടെ ജീവന് ഹാനി വരുത്തുന്ന ഒരു അസുഖമല്ല IBS. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആക്കുകയും അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് നമ്മളെ കൊണ്ട് അനുഭവിക്കുകയും വേണ്ടത്ര രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഇഷ്ടപ്പെട്ട സ്ഥലത്തൊന്നും പോകാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ വളരെ കുറഞ്ഞു വരുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരുത്തുന്ന ഒരു അസുഖമാണ് IBS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇതിന്റെ ബുദ്ധിമുട്ട് തീവ്രതയിൽ അനുഭവിക്കുന്ന പലരും പറയുന്ന കാര്യമാണ്, ഡോക്ടറെ ഞാൻ മടുത്തു, എനിക്കിനി മരിച്ചാൽ മതി, ഇത് ഞാൻ എന്ത് ചെയ്തിട്ട് മാറുന്നില്ല, കുറെ ട്രീറ്റ്മെന്റ് എടുത്ത് നോക്കി, എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു, എന്നിട്ടും ഇത് മാറുന്നില്ല എന്ന് പലരും പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് IBS രോഗതീവ്രത കൂടുമ്പോൾ അത് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാനസിക ശാരീരിക തീവ്രത അല്ലെങ്കിൽ അതിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിന്റെ തീവ്രത മൂലമാണ്. അതുകൊണ്ട് തന്നെ IBS ക്യാൻസർ പോലുള്ള നമ്മുടെ ജീവനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജീവന് ഹാനി വരുത്തുന്ന ഒരു അസുഖമല്ല, മറിച്ച് അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് വളരെ ചുരുക്കുന്ന ഒരു അസുഖമാണ് IBS എന്ന് പറയുന്നത്.